അസമിലെ ബ്രഹ്മപുത്ര നദിയിലെ മരുഭൂമിക്ക് സമാനമായ മണൽത്തിട്ടയിൽ ഏകദേശം 1360 ഏക്കറോളം വരുന്ന സ്ഥലം സ്വന്തം അധ്വാനം കൊണ്ട് വനമാക്കി മാറ്റിയ വ്യക്തി, ഇന്ത്യയുടെ ഫോറസ്റ്റുമാൻ എന്ന വിളിപ്പേരുള്ള വ്യക്തി, സുഖാന്വേഷികളായ മനുഷ്യർക്കിടയിൽ ഏകനായി നടത്തുന്ന കഠിനാധ്വാനം വർഷങ്ങളോളം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അത്യപൂർവ മനുഷ്യരിൽ ഒരാൾ ജാദവ് പയേങ്കി. 1959 ഒക്ടോബർ അസമിലെ ഒരു പാവപ്പെട്ട കാലി വളർത്തുകാരന്റെ മകനായി ജനിച്ച ജാദവ് എന്ന പയ്യൻ 1979 തന്റെ 16-ാം വയസ്സിൽ അസാധാരണമായ ഒരു കാഴ്ച കാണാനിടയായി. ബ്രഹ്മപുത്രയിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞ് വെള്ളമിറങ്ങിയപ്പോൾ അസമിലെ മജൂലി ദ്വീപിലെ മണൽത്തിട്ടയിൽ അടിഞ്ഞുകൂടിയ പാമ്പുകൾ പൊരുവെയിലത്ത് ചത്തുകിടക്കുന്നു. ആ സംഭവം ആവർത്തിക്കാതിരിക്കാൻ അവിടെ തണൽ മരങ്ങൾ നട്ടുവളർത്തണമെന്ന് അയാൾ തീരുമാനിച്ചു. വെറും 20 മുളയരികൾ വിതച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച ശ്രമം വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ ആ ദ്വീപിനെ ഒരു വലിയ വനമാക്കി മാറ്റി. ഇന്ന് 550 ഹെക്ടറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ വനത്തിൽ ആയിരക്കണക്കിന് മരങ്ങൾ, 300 ഹെക്ടറോളം മുളങ്കാടുകൾ, കടുവ, കാണ്ടാമൃഗം, കുരങ്ങ്, വിവിധയിനം പക്ഷികൾ എന്നിവയ്ക്കൊപ്പം 100ഓളം ആനകളും ഇന്ന് ഈ കാട്ടിൽ വസിക്കുന്നു എന്നത് ആ പ്രയത്നത്തിന്റെ വലിയ വിജയമാണ്. ഏകദേശം 30 വർഷത്തോളം ആരുമറിയാതെയാണ് അദ്ദേഹം ഈ വനം വളർത്തിയത്. 2008 ഒരു കൂട്ടം ആനകളെ തിരഞ്ഞെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ വലിയ വനം കണ്ടെത്തിയത്. ഈ വനം ഇപ്പോൾ മൊല്ലായ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നു. ജാദവിന്റെ മഹാപ്രയത്നം പ്രശസ്തമായതോടെ പുരസ്കാരങ്ങൾ ഒഴുകിയെത്തി. 2012 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന ഓമന പേര് അദ്ദേഹത്തിന് നൽകി. 2015 ഇന്ത്യയുടെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അസം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കാസിരംഗ യൂണിവേഴ്സിറ്റി തുടങ്ങിയവർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റും നൽകി ആദരിച്ചു. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. കുടുംബം പുലർത്താനായി അദ്ദേഹം പശുക്കളെയും എരുമകളെയും വളർത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഏതൊരു മനുഷ്യനും ഒറ്റയ്ക്ക് സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാദവ് പയേങ്കി എന്ന സാധാരണ മനുഷ്യന്റെ അസാധാരണ ജീവിതം. സുഖാന്വേഷികളായ മനുഷ്യർക്കിടയിൽ ഏകനായി നടത്തുന്ന കഠിനാധ്വാനം വർഷങ്ങളോളം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അത്യപൂർവ മനുഷ്യരിൽ ഒരാൾ ജാദവ് പയേങ്കി. ബുദ്ധിശക്തിയോ സാമർഥ്യമോ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ വിജയിക്കണമെന്നില്ല. പ്രതിഭയുള്ളവർ പോലും പരാജയപ്പെടുന്ന ഈ ലോകത്ത് വിജയത്തിലേക്കെത്താൻ ഉറച്ച ലക്ഷ്യബോധവും ദൃഢനിശ്ചയവുമാണ് ഏറ്റവും അത്യാവശ്യം. 100 പേർ നോക്കി നിൽക്കുമ്പോഴല്ല, ആരും കാണാത്തപ്പോഴും നമ്മൾ ചെയ്യുന്ന അധ്വാനമാണ് നമ്മുടെ വളർച്ച നിശ്ചയിക്കുന്നത്. അലസരും മടിയരുമാകാതെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ സൃഷ്ടിക്കുന്നത് വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള സുന്ദരമായ ലോകത്തെയാണ്. കഠിനാധ്വാനികൾ സൃഷ്ടിക്കുന്നത് ഭൂമിയിൽ സ്വർഗം തന്നെയാണ്. അവരെ പിന്തിരിപ്പിക്കാൻ ഒരു പ്രതിബന്ധങ്ങൾക്കും കഴിയില്ല. സുഹൃത്തുക്കളെ, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.